1 ദിനവൃത്താന്തം അധ്യായം 4. യഹൂദയുടെ പുത്രന്മാർ പേരസ്, ഹെസ്രോൻ, കർമ്മി, ഹൂർ, ശോബൽ. ശോബലിന്റെ മകനായ രയായാവ് യഹത്തിനെ ജനിപ്പിച്ചു. യഹത്ത് അഹൂമായിയെയും ലാഹദിനെയും ജനിപ്പിച്ചു. ഇവർ സോരത്യരുടെ കുലങ്ങൾ. ഏതാമിന്റെ അപ്പനിൽ നിന്നുദ്ഭവിച്ചവർ ഇവർ: ഇസ്രായേൽ, ഇഷ്മ, ഇത്ബാഷ്. അവരുടെ സഹോദരിക്ക് ഹസലോൽപോനി എന്നു പേർ. പെനൂവേൽ ഗെദോരിന്റെ അപ്പനും ഏസർ ഹൂഷയുടെ അപ്പനുമായിരുന്നു. ഇവർ ബേത്ലഹേമിന്റെ അപ്പനായ എഫ്രാത്തയുടെ ആദ്യജാതനായ ഹൂരിന്റെ പുത്രന്മാർ. തെക്കോവയുടെ അപ്പനായ അശൂരന് ഹേല, നയര എന്ന 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. നയര അവന് അഹുസാം, ഹേഫർ, തേമനി, ഹായ ഹസ്താരി എന്നിവരെ പ്രസവിച്ചു. ഇവർ നയരയുടെ പുത്രന്മാർ. ഹേലയുടെ പുത്രന്മാർ സേരത്ത്, യസോഹർ, എത്നാൻ. കോസ് അനൂബിനെയും സോബേബയെയും ഹാരൂമിന്റെ മകനായ അഹർഹേലിന്റെ കുലങ്ങളെയും ജനിപ്പിച്ചു. യബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്നപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ശൂഹയുടെ സഹോദരനായ കെലൂബ് മെഹീറിനെ ജനിപ്പിച്ചു. ഇവൻ എസ്തോന്റെ അപ്പൻ. എസ്തോൻ ബേത്ത് റാഫയെയും പാസേഹയെയും ഈർനാഹാസിന്റെ അപ്പനായ തെഹിന്നയെയും ജനിപ്പിച്ചു. ഇവർ രേഖാനിവാസികളാകുന്നു. കെനസിന്റെ പുത്രന്മാർ ഒത്നിയേൽ, സെരായാവ്. ഒത്നിയേലിന്റെ പുത്രന്മാർ ഹദത്ത്. മെയോനോഥയി ഒഫ്രയെ ജനിപ്പിച്ചു. സെരായാവ് ഗേ ഹരാഷീമിന്റെ അപ്പനായ യോവാബിനെ ജനിപ്പിച്ചു. അവർ കൗശലപ്പണിക്കാർ ആയിരുന്നുവല്ലോ. യെഫുന്നിയുടെ മകനായ കാലേബിന്റെ പുത്രന്മാർ ഈരു, ഏല, നായം. ഏലയുടെ പുത്രന്മാർ കെനസ്. യഹലേലിന്റെ പുത്രന്മാർ സീഫ്, സീഫ, തെറിയ, അസരയേൽ. എസ്രയുടെ പുത്രന്മാർ യേഥർ, മേരത്, ഏഥർ, യാലോൻ എന്നിവരായിരുന്നു. അവൾ മിര്യാമിനെയും ഷമ്മയെയും എസ്തെമോവയുടെ അപ്പനായ ഇഷ്ബഹിനെയും പ്രസവിച്ചു. അവന്റെ ഭാര്യയായ യഹൂദിയ ഗെദോരിന്റെ അപ്പനായ യേരദിനെയും സോഖോവിന്റെ അപ്പനായ ഹേബരിനെയും സാനോഹിയുടെ അപ്പനായ യഖൂദിയേലിനെയും പ്രസവിച്ചു. ഇവരാകുന്നു മേരത് പരിഗ്രഹിച്ച ഫറവോന്റെ മകളായ ബിത്യയുടെ പുത്രന്മാർ. നഹമിന്റെ സഹോദരിയും ഹോദിയാവിന്റെ ഭാര്യയുമായവളുടെ പുത്രന്മാർ ഗർമ്മ്യനായ കെയേലയുടെ അപ്പനും മയഖാത്യനായ എസ്തെമോവയും തന്നെ. ഷിമോന്റെ പുത്രന്മാർ അമ്നോൻ, റിന്ന, ബെൻ ഹാനാൻ, തീലോൻ. ഇഷിയുടെ പുത്രന്മാർ സോഹേത്ത്, ബെൻ സോഹേത്ത്. യഹൂദയുടെ മകനായ ശേലയുടെ പുത്രന്മാർ ലേഖയുടെ അപ്പനായ ഏരും മാരേഷിയുടെ അപ്പനായ ലതയും. ബേത്ത് അശ്ബേയിൽ ഷണപടം നെയ്യുന്ന കൈത്തൊഴിൽക്കാരുടെ കുലങ്ങളും. യോഖീമും കോസേബ നിവാസികളും മോവാബിൽ അധികാരമുണ്ടായിരുന്ന യോവാഷ്, സാരാഫ് എന്നിവരും യാശൂബി ലേഹമും തന്നെ. ഇവ പുരാണ വൃത്താന്തങ്ങളല്ലോ. ഇവർ നെതായീമിലും ഗദേരയിലും പാർത്ത കുശവന്മാരായിരുന്നു. അവർ രാജാവിനോടുകൂടെ അവന്റെ വേല ചെയ്യുവാൻ അവിടെ പാർത്തു. ഷിമിയോന്റെ പുത്രന്മാർ നെമൂവേൽ, യാമീൻ, യാരീബ്, സേരഹ്, ഷൗൽ. അവന്റെ മകൻ ശല്ലൂം, അവന്റെ മകൻ മിബ്ശാം, അവന്റെ മകൻ മിഷ്മ. മിഷ്മയുടെ പുത്രന്മാർ അവന്റെ മകൻ ഹമ്മൂവേൽ, അവന്റെ മകൻ സക്കൂർ, അവന്റെ മകൻ ഷിമെയി. ഷിമെയിക്ക് 16 പുത്രന്മാരും 6 പുത്രിമാരും ഉണ്ടായിരുന്നു. എങ്കിലും അവന്റെ സഹോദരന്മാർക്ക് അധികം മക്കളില്ലായ്കയാൽ
അവരുടെ കുലമെല്ലാം യഹൂദ മക്കളോളം വർദ്ധിച്ചില്ല. അവർ ബേർഷേബയിലും മോലാദയിലും ഹസർ ഷൂവാലിലും ബിൽഹയിലും ഏസെമിലും തോലാദിലും ബെദൂവേലിലും ഹൊർമയിലും സിക്ലാഗിലും ബേത്ത് മർക്കാബോത്തിലും ഹസർ സൂസീമിലും ബേത്ത് ബിരിയിലും ഷയരയീമിലും പാർത്തു. ഇവ ദാവീദിന്റെ വാഴ്ച വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു. അവരുടെ ഗ്രാമങ്ങൾ ഏതാം, അയീൻ, റിമ്മോൻ, തോക്കേൻ, ആശാൻ ഇങ്ങനെ 5 പട്ടണവും ഈ പട്ടണങ്ങളുടെ ചുറ്റും ബാൽ വരെ അവയ്ക്കുള്ള സകല ഗ്രാമങ്ങളും തന്നെ. ഇവ അവരുടെ വാസസ്ഥലങ്ങൾ. അവർക്ക് സ്വന്തം വംശാവലിയും ഉണ്ടായിരുന്നു. മെഷോബാബ്, യംലേക്ക്, അമസ്യാവിൻ്റെ മകനായ യോശ, യോവേൽ, അസിയേലിൻ്റെ മകനായ സെരായാവിൻ്റെ മകനായ യോഷിബ്യാവിൻ്റെ മകനായ യേഹു, എലിയോവേനായി, യയഖോബ, യശോഹായാവ്, അസായാവ്, അദിയേൽ, യെസീമിയേൽ, ബെനായാവ്, ഷെമയാവിൻ്റെ മകനായ ഷിമ്രിയുടെ മകനായ യദായാവിൻ്റെ മകനായ അല്ലോൻ്റെ മകനായ ഷിഫിയുടെ മകനായ സീസ. പേർ വിവരം പറഞ്ഞിരിക്കുന്ന ഇവർ തങ്ങളുടെ കുലങ്ങളിൽ പ്രഭുക്കന്മാരായിരുന്നു. അവരുടെ പിതൃഭവനങ്ങൾ ഏറ്റവും വർദ്ധിച്ചിരുന്നു. അവർ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചൽ തിരയേണ്ടതിന് ഗദോർ പ്രവേശനത്തോളം താഴ്വരയുടെ കിഴക്ക് വശം വരെ യാത്ര ചെയ്തു. അവർ പുഷ്ടിയുള്ളതും നല്ലതുമായ മേച്ചൽ കണ്ടെത്തി. ദേശം വിസ്താരവും സ്വസ്ഥതയും സമാധാനവും ഉള്ളതായിരുന്നു. അവിടുത്തെ പൂർവ്വനിവാസികൾ ഹാം വംശക്കാരായിരുന്നു. പേർ വിവരം എഴുതിയിരിക്കുന്ന ഇവർ യഹൂദിയ രാജാവായ യെഹിസ്കിയാവിൻ്റെ കാലത്ത് അവിടെ ചെന്ന് അവരുടെ കൂടാരങ്ങളെയും അവിടെയുണ്ടായിരുന്ന മെയ്യൂന്യരെയും ആക്രമിച്ചു. ഇന്ന് വരെ അവർക്ക് നിർമൂലനാശം വരുത്തുകയും അവിടെ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചിലുള്ളതുകൊണ്ട് അവർക്ക് പകരം പാർക്കുകയും ചെയ്തു. ഷിമയോന്യരായ ഇവരിൽ 500 പേർ യിഷിയുടെ പുത്രന്മാരായ പെലത്യാവ്, നെയ്യർയാവ്, രഫായാവ്, ഉസിയേൽ എന്നീ തലവന്മാരോടുകൂടെ സെയീർ പർവ്വതത്തിലേക്ക് യാത്ര ചെയ്തു. അവർ അമാലേക്യരിൽ ചാടിപ്പോയിരുന്ന ശിഷ്ടജനത്തെ വെട്ടിക്കൊന്നു. ഇന്ന് വരെ അവിടെ പാർക്കുന്നു. 1 ദിനവൃത്താന്തം അധ്യായം 5. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ. അവനല്ലോ ആദ്യജാതൻ. എങ്കിലും അവൻ തന്റെ പിതാവിന്റെ ശയ്യയെ അശുദ്ധമാക്കിയതുകൊണ്ട് അവന്റെ ജ്യേഷ്ഠാവകാശം ഇസ്രായേലിന്റെ മകനായ യോസേഫിന്റെ പുത്രന്മാർക്ക് ലഭിച്ചു. വംശാവലി ജ്യേഷ്ഠാവകാശ പ്രകാരം എണ്ണുവാനുള്ളതുമല്ല. യഹൂദ തന്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായിത്തീർന്നു. അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു. ജ്യേഷ്ഠാവകാശമോ യോസേഫിന് ലഭിച്ചു. ഇസ്രായേലിന്റെ ആദ്യജാതനായ രൂബേന്റെ പുത്രന്മാർ ഹാനോക്ക്, പല്ലു, ഹെസ്രോൻ, കർമ്മി. യോവേലിന്റെ പുത്രന്മാർ അവന്റെ മകൻ ഷെമയ്യാവ്, അവന്റെ മകൻ ഗോഗ്, അവന്റെ മകൻ ഷിമയി, അവന്റെ മകൻ മീഖ, അവന്റെ മകൻ രയായാവ്, അവന്റെ മകൻ ബാൽ, അവന്റെ മകൻ ബെയേര. അവനെ അശൂർ രാജാവായ തിഗ്ലത് പിലേസർ ബദ്ധനാക്കി കൊണ്ടുപോയി. അവൻ രൂബേന്യരിൽ പ്രഭുവായിരുന്നു. അവരുടെ വംശാവലി തലമുറ തലമുറയായി എഴുതിയിരുന്ന പ്രകാരം കുലം കുലമായി അവന്റെ സഹോദരന്മാർ ആരെന്നാൽ തലവനായ യയീയേൽ, സെക്കരിയാവ്, അരോവേരിൽ നെബോവും ബാൽമയോനും വരെ പാർത്ത ബേല. അവൻ യോവേലിന്റെ മകനായ ഷേമയുടെ മകനായ ആസാസിന്റെ മകനായിരുന്നു. അവരുടെ കന്നുകാലികൾ ഗിലെയാദ് ദേശത്ത് പെരുകിയിരുന്നതുകൊണ്ട് അവർ കിഴക്കോട്ട് ഫ്രാത്ത് നദി മുതൽ മരുഭൂമി വരെ പാർത്തു. ശൗലിന്റെ കാലത്ത് അവർ ഹഗ്രീയരോട് യുദ്ധം ചെയ്തു. അവർ അവരുടെ കൈയാൽ പട്ടുപോയ ശേഷം അവർ ഗിലെയാദിന് കിഴക്ക് എല്ലായിടവും കൂടാരം അടിച്ചു പാർത്തു. ഗാദിന്റെ പുത്രന്മാർ അവർക്കെതിരെ
ബാഷാൻ ദേശത്ത് സൽക്ക വരെ പാർത്തു. തലവനായ യോവേൽ, രണ്ടാമനായ ഷാഫാം, യനായി, ബാഷാനിലെ ഷാഫാത്ത്. അവരുടെ പിതൃഭവനത്തിലെ സഹോദരന്മാർ മീഖായേൽ, മെഷുല്ലാം, ഷേബ, യോരായി, യക്കാൻ, സിയ, ഏബർ, ഇങ്ങനെ 7 പേർ. ഇവർ ഹൂരിയുടെ മകനായ അബീഹയിലിന്റെ പുത്രന്മാരായിരുന്നു. ഹൂരി യാരോഹയുടെ മകൻ, അവൻ ഗിലെയാദിന്റെ മകൻ, അവൻ മീഖായേലിന്റെ മകൻ, അവൻ യെശീഷയുടെ മകൻ, അവൻ യഹദോവിന്റെ മകൻ, അവൻ ബൂസിന്റെ മകൻ, ഗൂനിയുടെ മകനായ അബ്ദിയേലിന്റെ മകൻ. അഹി അവരുടെ പിതൃഭവനത്തിൽ തലവനായിരുന്നു. അവർ ഗിലെയാദിലെ ബാഷാനിലും അതിനുൾപ്പെട്ട പട്ടണങ്ങളിലും അവരുടെ അതിരുകളോളം ഷാരോനിലെ എല്ലാ പുൽപ്പുറങ്ങളിലും പാർത്തു. ഇവരുടെ വംശാവലിയൊക്കെയും യഹൂദ രാജാവായ യോഥാമിന്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യൊരോബെയാമിന്റെ കാലത്തും എഴുതിയിരിക്കുന്നു. രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതിഗോത്രക്കാരും ശൂരന്മാരും വാളും പരിചയമെടുപ്പാനും വില്ലുകുല ചെയ്യുവാനും പ്രാപ്തിയുള്ളവരും യുദ്ധസാമർഥ്യമുള്ളവരുമായ പടച്ചേവകർ 44,760 പേരുണ്ടായിരുന്നു. അവർ ഹഗ്രിയരോടും യദൂർ, നാഫീഷ്, നോദാബ് എന്നിവരോടും യുദ്ധം ചെയ്തു. അവരുടെ നേരെ അവർക്ക് സഹായം ലഭിക്കയാൽ ഹഗ്രിയരും കൂടെയുള്ളവരെല്ലാവരും അവരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ യുദ്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ചു. അവനിൽ ആശ്രയം വെച്ചതുകൊണ്ട് അവൻ അവരുടെ പ്രാർത്ഥന കേട്ടരുളി. അവൻ 50,000 ഒട്ടകം, 2,50,000 ആട്, 2,000 കഴുത എന്നിങ്ങനെ അവരുടെ കന്നുകാലികളെയും 1,00,000 ആളുകളെയും പിടിച്ചുകൊണ്ടുപോയി. യുദ്ധം ദൈവഹിതത്താൽ ഉണ്ടായതുകൊണ്ട് അധികം പേർ ഹതന്മാരായി വീണു. അവർ പ്രവാസകാലം വരെ അവർക്ക് പകരം പാർത്തു. മനശ്ശെയുടെ പാതിഗോത്രക്കാർ ദേശത്ത് പാർത്തു. ബാഷാൻ മുതൽ ബാൽ ഹെർമോനും സെനീരും ഹെർമോൻ പർവ്വതവും വരെ പെരുകി പരന്നു. അവരുടെ പിതൃഭവനങ്ങളുടെ തലവന്മാരാവിത് ഏഫർ, യിഷി, എലിയേൽ, അസ്ത്രിയേൽ, ഇരമ്യാവ്, ഹോദവ്യാവ്, യഹദിയേൽ. ഇവർ ശൂരന്മാരും ശ്രുതിപ്പെട്ടവരും തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരുമായിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു. ദൈവം അവരുടെ മുൻപിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞ ദേശത്തെ ജാതികളുടെ ദേവന്മാരോട് ചേർന്ന് പരസംഗമായി നടന്നു. ആകയാൽ ഇസ്രായേലിന്റെ ദൈവം അശൂർ രാജാവായ പൂലിന്റെയും അശൂർ രാജാവായ തിഗ്ലത് പിൽനേസറിന്റെയും മനസ്സുണർത്തി. അവൻ രൂബേന്യരെയും ഗാദ്യരെയും മനശ്ശെയുടെ പാതിഗോത്രത്തെയും പിടിച്ചു ഹലഹിലേക്കും ഹാബോരിലേക്കും ഹാരയിലേക്കും ഗോസാൻ നദീതീരത്തേക്കും കൊണ്ടുപോയി. അവിടെ അവർ ഇന്ന് വരെയും ഇരിക്കുന്നു. ഒന്ന് ദിനവൃത്താന്തം അധ്യായം 6. ലേവിയുടെ പുത്രന്മാർ ഗെർഷോൻ, കെഹാത്ത്, മെരാരി. കെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. അമ്രാമിന്റെ മക്കൾ അഹരോൻ, മോശെ, മിരിയാം. അഹരോന്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസാർ, ഈഥാമാർ. എലയാസാർ ഫീനെഹാസിനെ ജനിപ്പിച്ചു. ഫീനെഹാസ് അബീഷൂവയെ ജനിപ്പിച്ചു. അബീഷൂവ ബുക്കിയെ ജനിപ്പിച്ചു. ബുക്കി ഉസിയെ ജനിപ്പിച്ചു. ഉസി സെരഹ്യാവെ ജനിപ്പിച്ചു. സെരഹ്യാവ് മെരായോത്തിനെ ജനിപ്പിച്ചു. മെരായോത്ത് അമര്യാവെ ജനിപ്പിച്ചു. അമര്യാവ് അഹിത്തൂബിനെ ജനിപ്പിച്ചു. അഹിത്തൂബ് സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് അഹീമാസിനെ ജനിപ്പിച്ചു. അഹീമാസ് അസരിയാവെ ജനിപ്പിച്ചു. അസരിയാവ് യോഹാനാനെ ജനിപ്പിച്ചു. യോഹാനാൻ അസരിയാവെ ജനിപ്പിച്ചു. ഇവനാകുന്നു ശലോമോൻ യെരുശലേമിൽ പണിത ആലയത്തിൽ പൗരോഹിത്യം നടത്തിയത്. അസരിയാവ് അമര്യാവെ ജനിപ്പിച്ചു. അമര്യാവ് അഹിത്തൂബിനെ ജനിപ്പിച്ചു. അഹിത്തൂബ് സാദോക്കിനെ ജനിപ്പിച്ചു. സാദോക്ക് ശല്ലൂമിനെ ജനിപ്പിച്ചു. ശല്ലൂം ഹിൽക്കിയാവെ ജനിപ്പിച്ചു. ഹിൽക്കിയാവ് അസരിയാവെ ജനിപ്പിച്ചു. അസരിയാവ് സെരായാവെ ജനിപ്പിച്ചു. സെരായാവ്
യഹോസാദാക്കിനെ ജനിപ്പിച്ചു. യഹോവ നെബൂഖദ്നേസർ മുഖാന്തരം യഹൂദയെയും യെരുശലേമിനെയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ യഹോസാദാക്കും പോകേണ്ടി വന്നു. ലേവിയുടെ പുത്രന്മാർ ഗർഷോം, കെഹാത്ത്, മെരാരി. ഗർഷോമിന്റെ പുത്രന്മാരുടെ പേരുകളാവിത്: ലിബ്നി, ഷിമെയി. കെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. മെരാരിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. ലേവിയരുടെ പിതൃഭവനങ്ങളിൻ പ്രകാരം അവരുടെ കുലങ്ങൾ ഇവ തന്നെ: ഗർഷോമിന്റെ മകൻ ലിബ്നി, അവന്റെ മകൻ യഹത്ത്, അവന്റെ മകൻ സിമ്മ, അവന്റെ മകൻ യോവാഹ്, അവന്റെ മകൻ ഇദ്ദോ, അവന്റെ മകൻ സേരഹ്, അവന്റെ മകൻ യയത്രായി. കെഹാത്തിന്റെ പുത്രന്മാർ അവന്റെ മകൻ അമീനാദാബ്, അവന്റെ മകൻ കോരഹ്, അവന്റെ മകൻ അസീർ, അവന്റെ മകൻ എൽക്കാന, അവന്റെ മകൻ എബ്യാസാവ്, അവന്റെ മകൻ അസീർ, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ ഊരിയേൽ, അവന്റെ മകൻ ഉസിയാവ്, അവന്റെ മകൻ ഷൗൽ. എൽക്കാനയുടെ പുത്രന്മാർ അവന്റെ മകൻ അമാസായി, അവന്റെ മകൻ അഹീമോത്ത്. എൽക്കാനയുടെ പുത്രന്മാർ അവന്റെ മകൻ സോഫായി, അവന്റെ മകൻ നഹത്ത്, അവന്റെ മകൻ ഏലിയാബ്, അവന്റെ മകൻ യെരോഹാം, അവന്റെ മകൻ എൽക്കാന. ശമുവേലിന്റെ പുത്രന്മാർ ആദ്യജാതൻ യോവേൽ, രണ്ടാമൻ അബിയാവ്. മെരാരിയുടെ പുത്രന്മാർ മഹ്ലി, അവന്റെ മകൻ ലിബ്നി, അവന്റെ മകൻ ഷിമെയി, അവന്റെ മകൻ ഉസ, അവന്റെ മകൻ ഷിമിയ, അവന്റെ മകൻ ഹഗിയാവ്, അവന്റെ മകൻ അസായാവ്. പെട്ടകത്തിന് വിശ്രമമായ ശേഷം ദാവീദ് യഹോവയുടെ ആലയത്തിൽ സംഗീത ശുശ്രൂഷയ്ക്ക് നിയമിച്ചവർ ഇവരാകുന്നു. അവർ ശലോമോൻ യെരുശലേമിൽ യഹോവയുടെ ആലയം പണിതതുവരെ തിരുനിവാസമായ സമാഗമന കൂടാരത്തിനു മുൻപിൽ സംഗീത ശുശ്രൂഷ ചെയ്തു. അവർ തങ്ങളുടെ മുറപ്രകാരം ശുശ്രൂഷ ചെയ്തു പോന്നു. തങ്ങളുടെ പുത്രന്മാരോടും കൂടെ ശുശ്രൂഷിച്ചവരാരെന്നാൽ കെഹാത്യരുടെ പുത്രന്മാരിൽ സംഗീതക്കാരനായ ഹേമാൻ, അവൻ യോവേലിന്റെ മകൻ, അവൻ ശമുവേലിന്റെ മകൻ, അവൻ എൽക്കാനയുടെ മകൻ, അവൻ യെരോഹാമിന്റെ മകൻ, അവൻ എലിയേലിന്റെ മകൻ, അവൻ തോഹയുടെ മകൻ, അവൻ സൂഫിന്റെ മകൻ, അവൻ എൽക്കാനയുടെ മകൻ, അവൻ മഹത്തിന്റെ മകൻ, അവൻ അമാസായിയുടെ മകൻ, അവൻ എൽക്കാനയുടെ മകൻ, അവൻ യോവേലിന്റെ മകൻ, അവൻ അസര്യാവിന്റെ മകൻ, അവൻ സെഫന്യാവിന്റെ മകൻ, അവൻ തഹത്തിന്റെ മകൻ, അവൻ അസീറിന്റെ മകൻ, അവൻ എബ്യാസാഫിന്റെ മകൻ, അവൻ കോരഹിന്റെ മകൻ, അവൻ ഇസ്ഹാറിന്റെ മകൻ, അവൻ കെഹാത്തിന്റെ മകൻ, അവൻ ലേവിയുടെ മകൻ, അവൻ ഇസ്രായേലിന്റെ മകൻ. അവന്റെ വലത്ത് ഭാഗത്ത് നിന്ന് അവന്റെ സഹോദരൻ ആസാഫ്. ആസാഫ് ബെരക്യാവിന്റെ മകൻ, അവൻ ഷിമിയുടെ മകൻ, അവൻ മീഖായേലിന്റെ മകൻ, അവൻ ബയേഷ്യാവിന്റെ മകൻ, അവൻ മൽക്കിയുടെ മകൻ, അവൻ എത്നിയുടെ മകൻ, അവൻ സേരഹിന്റെ മകൻ, അവൻ ആദായാവിന്റെ മകൻ, അവൻ ഏതാന്റെ മകൻ, അവൻ സിമ്മയുടെ മകൻ, അവൻ ഷിമിയുടെ മകൻ, അവൻ യഹത്തിന്റെ മകൻ, അവൻ ഗെർഷോമിന്റെ മകൻ, അവൻ ലേവിയുടെ മകൻ. അവരുടെ സഹോദരന്മാരായ മെരാരിയുടെ പുത്രന്മാർ ഇടത്ത് ഭാഗത്തു നിന്നു. കീഷിയുടെ മകൻ ഏതാൻ, അവൻ അബ്ദിയുടെ മകൻ, അവൻ മല്ലൂക്കിന്റെ മകൻ, അവൻ ഹഷബ്യാവിന്റെ മകൻ, അവൻ അമസ്യാവിന്റെ മകൻ, അവൻ ഹിൽക്കിയാവിന്റെ മകൻ, അവൻ അംസിയുടെ മകൻ, അവൻ ബാനിയുടെ മകൻ, അവൻ ഷാമേരിന്റെ മകൻ, അവൻ മഹ്ലിയുടെ മകൻ, അവൻ മൂഷിയുടെ മകൻ, അവൻ മെരാരിയുടെ മകൻ, അവൻ ലേവിയുടെ മകൻ. അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയമായ തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കും നിയമിക്കപ്പെട്ടിരുന്നു. എന്നാൽ അഹരോനും അവന്റെ പുത്രന്മാരും ഹോമയാഗപീഠത്തിന്മേലും ധൂപപീഠത്തിന്മേലും അർപ്പണം ചെയ്തു. അവർ അതിവിശുദ്ധ സ്ഥലത്തിലെ സകല ശുശ്രൂഷയ്ക്കും ദൈവത്തിന്റെ ദാസനായ മോശ കൽപ്പിച്ച പ്രകാരമൊക്കെയും ഇസ്രായേലിനു വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാനും നിയമിക്കപ്പെട്ടിരുന്നു. അഹരോന്റെ പുത്രന്മാരാവിത്: അവന്റെ മകൻ എലയാസാർ, അവന്റെ മകൻ ഫീനഹാസ്, അവന്റെ മകൻ അബീഷൂവ, അവന്റെ മകൻ ബുക്കി, അവന്റെ മകൻ ഉസ്സി, അവന്റെ മകൻ സെരഹ്യാവ്, അവന്റെ മകൻ മെരായോത്ത്, അവന്റെ മകൻ അമര്യാവ്, അവന്റെ മകൻ അഹിത്തൂബ്, അവന്റെ മകൻ സാദോക്ക്, അവന്റെ മകൻ അഹീമാസ്. അവരുടെ ദേശത്തിൽ ഗ്രാമം ഗ്രാമമായി
അവരുടെ വാസസ്ഥലങ്ങൾ ഏവയെന്നാൽ കെഹാത്യരുടെ കുലമായ അഹരോനിയർക്ക്. അവർക്കല്ലോ ഒന്നാമത് ചീട്ട് വീണത്. അവർക്ക് യഹൂദാദേശത്ത് ഹെബ്രോനും ചുറ്റുമുള്ള പുൽപ്പറങ്ങളും കൊടുത്തു. എന്നാൽ പട്ടണത്തിൻ്റെ വയലുകളും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും യെഫുന്നെയുടെ മകനായ കാലേബിനു കൊടുത്തു. അഹരോന്റെ മക്കൾക്ക് അവർ സങ്കേത നഗരമായ ഹെബ്രോനും ലിബ്നയും അതിൻ്റെ പുൽപ്പുറങ്ങളും യത്തീരും എസ്തെമോവയും അവയുടെ പുൽപ്പുറങ്ങളും ഹിലോനും പുൽപ്പുറങ്ങളും ദബീരും പുൽപ്പുറങ്ങളും ആശാനും പുൽപ്പുറങ്ങളും ബേത്ഷെമേഷും പുൽപ്പുറങ്ങളും ബെന്യാമീൻ ഗോത്രത്തിൽ ഗേബയും പുൽപ്പുറങ്ങളും അല്ലേമെത്തും പുൽപ്പുറങ്ങളും അനാഥോത്തും പുൽപ്പുറങ്ങളും കൊടുത്തു. കുലം കുലമായി അവർക്ക് കിട്ടിയ പട്ടണങ്ങൾ ആകെ 13. കെഹാത്തിന്റെ ശേഷമുള്ള മക്കൾക്ക് ഗോത്രത്തിന്റെ കുലത്തിൽ മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ തന്നെ ചീട്ടിട്ട് 10 പട്ടണം കൊടുത്തു. ഗെർഷോമിന്റെ മക്കൾക്ക് കുലം കുലമായി ഇസാക്കാർ ഗോത്രത്തിലും ആശേർ ഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും ബാഷാനിലെ മനശ്ശെ ഗോത്രത്തിലും 13 പട്ടണം കൊടുത്തു. മെരാരിയുടെ മക്കൾക്ക് കുലം കുലമായി രൂബേൻ ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സെബൂലൂൻ ഗോത്രത്തിലും ചീട്ടിട്ട് 12 പട്ടണം കൊടുത്തു. ഇസ്രായേൽ മക്കൾ ഈ പട്ടണങ്ങളും പുൽപ്പുറങ്ങളും ലേവ്യർക്ക് കൊടുത്തു. യഹൂദ മക്കളുടെ ഗോത്രത്തിലും ശിമിയോൻ മക്കളുടെ ഗോത്രത്തിലും ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിലും പേർ പറഞ്ഞിരിക്കുന്ന ഈ പട്ടണങ്ങളെ ചീട്ടിട്ട് കൊടുത്തു. കെഹാത്ത് മക്കളുടെ ചില കുലങ്ങൾക്കോ എഫ്രൈം ഗോത്രത്തിൽ തങ്ങൾക്ക് അധീനമായ പട്ടണങ്ങളുണ്ടായിരുന്നു. അവർക്ക് സങ്കേത നഗരങ്ങളായ എഫ്രൈം മലനാട്ടിലെ ഷേഖേമും പുൽപ്പുറങ്ങളും ഗേസരും പുൽപ്പുറങ്ങളും യൊക്മെയാമും പുൽപ്പുറങ്ങളും ബേത് ഹോരോനും പുൽപ്പുറങ്ങളും അയ്യാലോനും പുൽപ്പുറങ്ങളും ഗെത്ത്രിമോനും പുൽപ്പുറങ്ങളും മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ ആനേരും പുൽപ്പുറങ്ങളും ബെലിയാമും പുൽപ്പുറങ്ങളും കെഹാത്യരുടെ ശേഷം കുലങ്ങൾക്കും കൊടുത്തു. ഗർഷോമിന്റെ പുത്രന്മാർക്ക് മനശ്ശെയുടെ പാതി ഗോത്രത്തിന്റെ കുലത്തിൽ ബാഷാനിൽ ഗോലാനും പുൽപ്പുറങ്ങളും അസ്തരോത്തും പുൽപ്പുറങ്ങളും ഇസാഖാർ ഗോത്രത്തിൽ ഖേദെശും പുൽപ്പുറങ്ങളും ദാബരത്തും പുൽപ്പുറങ്ങളും രാമോത്തും പുൽപ്പുറങ്ങളും ആനേമും പുൽപ്പുറങ്ങളും ആശേർ ഗോത്രത്തിൽ മാഷാലും പുൽപ്പുറങ്ങളും അബ്ദോനും പുൽപ്പുറങ്ങളും ഹൂക്കൂക്കും പുൽപ്പുറങ്ങളും റെഹോബും പുൽപ്പുറങ്ങളും നഫ്താലി ഗോത്രത്തിൽ ഗലീലയിലെ ഖേദെശും പുൽപ്പുറങ്ങളും ഹമ്മോനും പുൽപ്പുറങ്ങളും കിര്യതയൈമും പുൽപ്പുറങ്ങളും കൊടുത്തു. മെരാരി പുത്രന്മാരിൽ ശേഷമുള്ളവർക്ക് സെബൂലൂൻ ഗോത്രത്തിൽ റിമ്മോനോവും പുൽപ്പുറങ്ങളും താബോരും പുൽപ്പുറങ്ങളും യെരിഹോവിന് സമീപത്ത് യോർദാനക്കരെ യോർദാന് കിഴക്ക് രൂബേൻ ഗോത്രത്തിൽ മരുഭൂമിയിലെ ബേസരും പുൽപ്പുറങ്ങളും യഹസയും പുൽപ്പുറങ്ങളും കെദേമോത്തും പുൽപ്പുറങ്ങളും മേഫാത്തും പുൽപ്പുറങ്ങളും ഗാദ് ഗോത്രത്തിൽ ഗിലിയാദിലെ രാമോത്തും പുൽപ്പുറങ്ങളും മഹനയീമും പുൽപ്പുറങ്ങളും ഹെഷ്ബോനും പുൽപ്പുറങ്ങളും യാസേരും പുൽപ്പുറങ്ങളും കൊടുത്തു.